നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസിന് സൃഷ്ടിക്ക് സ്വാഗതം. സ്വയം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആധാർ ലിങ്ക്ഡ് പേ മെയ്ഡ് മാൻഡേറ്ററി ഫോർ MGNREGS വർക്കേഴ്സ് എന്നതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ തന്നെ പഠിച്ച ഒരു ടോപ്പിക്കാണ് ഈ ആധാർ ലിങ്ക്ഡ് പേയ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ഗവൺമെന്റിന്റെ പല പല സ്കീമുകളിൽ നമ്മൾ ഈ ഒരു വാർത്ത കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ സ്കീമുകളും എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ട്രാൻസ്ഫർ നടക്കുന്ന, അതായത് പൈസ സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫറിങ് നടക്കുന്ന സ്കീമുകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അക്കൗണ്ടുകൾ ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരാറുണ്ട്. ഇവിടെ MGNREGS വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. MGNREGS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. നമ്മൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ കേരള. സോ ആ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ഈ പറഞ്ഞ പോലെ വേജസ് ഓരോ ദിവസം ഡെയിലി വേജസ് ഈ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. സോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ആ ഒരു ഫിനാൻഷ്യൽ ട്രാൻസ്ഫറിന്റെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസിയും അതേപോലെ അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലീക്കേജസ് കൃത്യമായിട്ട് അവർക്ക് എത്രയാണോ എമൗണ്ട് കിട്ടേണ്ടത് അത് ഫുൾ ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെ അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും മെഷറാണ് ഗവൺമെന്റ് ഈ ഒരു സ്കീമിലൂടെ ഈ ഒരു വാർത്തയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ബൈ ലിങ്കിങ് ദെയർ കറസ്പോണ്ടിങ് ബാങ്ക് അക്കൗണ്ട്സ് വിത്ത് ദെയർ ഓൺ ആധാർ അക്കൗണ്ട് ആധാർ എന്നുള്ളൊരു കാര്യം ഓർത്തു വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ പോകുന്ന ആദ്യമായിട്ട് തന്നെ എന്താണ് ഈ ഒരു MGNREGS സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു വാർത്തയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡീറ്റെയിൽസ് ആണ്. സോ ഫസ്റ്റ് വൺ, MGNREGA ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം കൂടിയാണ് നമ്മുടെ ഈ MGNREGA സ്കീം എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. 2005 ഈ ഒരു സ്കീം ഗവൺമെന്റ് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. പലപ്പോഴും നമുക്ക് പ്രിലിംസിനകത്ത് ഓരോ സ്കീമും അതിന്റെ പേരന്റ് മിനിസ്ട്രി ഏതാന്നുള്ള കാര്യം നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പം MGNREGA ഈ പറഞ്ഞ പോലെ പേരന്റ് മിനിസ്ട്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ പ്രൈമറി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി 100 ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ എവറി ഫിനാൻഷ്യൽ ഇയർ. ഓരോ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയറിലും ഒരു 100 ദിവസത്തെ മിനിമം ഈ പറഞ്ഞ പോലെ വർക്ക് ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് പറയുന്നത്. ഇതിലൂടെ വർക്ക് കിട്ടുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് എനി റൂറൽ ഹൗസ് ഹോൾഡ്. അപ്പോൾ റൂറൽ ഏരിയാസിലേക്കുള്ള ഒരു വർക്ക് ഗ്യാരണ്ടി സ്കീം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. റൂറൽ ഏരിയാസിലെ അഡൽട്ട് മെമ്പേഴ്സിനായിരിക്കും ഈ പറഞ്ഞ പോലെ ഇതിലൂടെ തൊഴിലവസരങ്ങൾ കിട്ടുന്നത്. ആ തൊഴിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ ലേബേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിരിക്കത്തില്ല, അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്കുകളായിരിക്കും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി റൂറൽ ഏരിയാസിലെ അഡൽട്ട് മെമ്പേഴ്സിന് കൊടുക്കുക. അതും 100 ഡേയ്സ്, മിനിമം 100 ഡേയ്സ് ഗ്യാരണ്ടിയാണ്. പല സംസ്ഥാനങ്ങളും ഈ പറഞ്ഞ 100 കൂടുതൽ ദിവസങ്ങളൊക്കെ ജോലി കൊടുക്കാറുണ്ട്. ഈ സ്കീമിലൂടെ ഉറപ്പുവരുത്തുന്ന 100 ദിവസത്തെ ഗ്യാരണ്ടി ജോബ്സ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം വേജസ് അവരുടെ അക്കൗണ്ട് മുഖാന്തരമാണ് കിട്ടുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആധാർ ബേസ്ഡ് ലിങ്കിങ് ചെയ്യണമെന്ന് പറയുന്നത്. വേജസ് ആണെങ്കിൽ പോലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരേ വേജസ് അല്ല കൊടുക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ നല്ല ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഈ MGNREGA സ്കീം പ്രകാരം ഏറ്റവും ഹയസ്റ്റ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹരിയാനയാണ്. ആ പോയിന്റ് ഓർത്തിരിക്കണം. ഹരിയാനയാണ് MGNREGA സ്കീമിൽ നിലവിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 357 റുപ്പീസോളമാണ് പെർ ഡേ വർക്കായിട്ട് അപ്രോക്സിമേറ്റ്ലി ആണ് 357 റുപ്പീസോളം ഹരിയാനയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ആംഗിൾ നോക്കുവാണെങ്കിൽ കേരളം പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ താഴെയാണ്, അതായത് റുപ്പീസ് ഒരു ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ 333 ആണ്. എക്സാക്ട് കണക്കുകളെല്ലാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇപ്പം ഔദ്യോഗികമായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്ന കണക്കുകൾ നോക്കുവാണെങ്കിൽ ഹരിയാനയാണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പം കേരളമൊക്കെ അതിൻ്റെ താഴേക്കാണ് വരുന്നത്. കേരളത്തിൻ്റെ കാര്യത്തിൽ 333 രൂപയാണ് ഏകദേശം പറയുവാണെങ്കിൽ പെർ ഡേ വേജസ് ആയിട്ട് കേരളത്തിൽ MGNREGA സ്കീം പ്രകാരം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു വേജസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ യൂണിഫോം ലെവൽ അല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. പല സംസ്ഥാനങ്ങളും പല രീതിയിലാണ് വേജസ് കൊടുക്കുന്നത്. മിനിമം വേജസ് ഇത്ര വേണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലും മുകളിലേക്ക് സംസ്ഥാനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്കാണ് കൊടുക്കുന്നത്. റൂറൽ ഏരിയാസിലെ അഡൽട്ട് മെമ്പേഴ്സിനാണ് ഈ വർക്ക് പ്രകാരം 100 ഡേയ്സ് മിനിമം ഗ്യാരണ്ടി ജോബ്സ് കിട്ടുന്നുള്ളൊരു പോയിന്റ് കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് പ്രകാരം MGNREGA സ്കീം പ്രകാരം ലാസ്റ്റ് നമ്മുടെ ഔദ്യോഗികമായുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഫിനാൻഷ്യൽ 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ ഓൾമോസ്റ്റ് 15.4 കോടി ആക്റ്റീവ് വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ MGNREGA സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കേണ്ടത്. ഇനി ഈ MGNREGA സ്കീം പ്രകാരം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഒരുപാട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി പറയുകയാണ് ഒന്നാമത് എൻഡ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടും MGNREGA സ്കീം നമ്മളെ സഹായിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയ ജോലി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജോലി പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫാമിലീസിൻ്റെ ഒക്കെ ആണെങ്കിലും ഇൻകം നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോഴേക്കും വീടുകളിൽ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം പതുക്കെ പതുക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നോ പോവർട്ടി അല്ലെങ്കിൽ സീറോ പോവർട്ടി എന്നുള്ളൊരു പോയിന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 1 ആണെന്നുള്ളൊരു കാര്യം ഓർക്കും. ദെൻ SDG ഗോൾ 2 സീറോ ഹങ്കർ. കാരണം വരുമാനം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ നല്ല ആഹാരങ്ങൾ ഭക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സീറോ ഹങ്കർ, നോ പോവർട്ടി, ഈ 2 പോയിന്റുകൾ അച്ചീവ് ചെയ്യാം. അതേപോലെ തന്നെ
ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, എസ്പെഷ്യലി പറഞ്ഞാൽ ഇൻകം ലെവൽ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുന്നു, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, അതുവഴി നമ്മുടെ ഹെൽത്തും വെൽബീയിങ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. SDG നമ്പർ 3 ആണത്. ദെൻ ഫോർത്ത് വൺ, ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. വീട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് SDG ഗോൾ 4 ആണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ജെൻഡർ ഇക്വാളിറ്റി, കാരണം മെയിൽ ഫീമെയിൽ തരത്തിലുള്ള ഇൻഇക്വാളിറ്റീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വർക്ക് പ്ലേസിൽ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ജെൻഡർ ഇക്വാളിറ്റി, ഫിനാൻഷ്യൽ ഇക്വാളിറ്റി ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. SDG നമ്പർ 5. ദെൻ SDG നമ്പർ 8 ഇതിനകത്ത് വരുന്നുണ്ട്, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അവിടെ പറയാൻ സാധിക്കും. അതുപോലെ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന SDG 9 വരുന്നുണ്ട്. ദെൻ SDG 10 വരുന്നുണ്ട്, റെഡ്യൂസ് ഇൻഇക്വാളിറ്റീസ്, അതായത് മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ രണ്ട് ഈ പറഞ്ഞ പോലെ മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ തന്നെ ഈ MGNREGA സ്കീം പ്രകാരം വർക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് MGNREGA സ്കീം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം ഓർക്കാം. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആധാർ ബേസ്ഡ് ലിങ്കിങ് നടപ്പാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേയ്മെന്റ് ഓഫ് വേജസിന്റെ പേയ്മെന്റിന്റെ കാര്യത്തിലേക്ക് ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവരിക, ലീക്കേജസ് ഒക്കെ മാക്സിമം, അതായത് മീൻസ് അവരുടെ സ്വന്തം പൈസ അവരുടെ തന്നെ ഫുൾ എമൗണ്ട് അവരുടെ തന്നെ അക്കൗണ്ടിൽ കിട്ടുക എന്ന ലക്ഷ്യമാണ് ഇതിന് പുറത്തുനിന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചത് കേട്ടോ. ഇത്രയും കാര്യമാണ് ഈ ഒരു വാർത്തയിൽ നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. പനഗാരിയ ടു ഹെഡ് 16th ഫിനാൻസ് കമ്മീഷൻ. 16th ഫിനാൻസ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനെ ഇപ്പോൾ നിലവിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാനും കൂടിയായിരുന്ന അരവിന്ദ് പനഗാരിയാണ് ഈ പറഞ്ഞ പോലെ പുതിയ 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ആദ്യ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ 16th ഫിനാൻസ് കമ്മീഷനാണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2026 വരെ അവർക്ക് കാലാവധി ഉണ്ട്. 2021 തൊട്ട് 26 വരെയാണ് 15th ഫിനാൻസ് കമ്മീഷൻ. കാരണം ഓരോ 5 വർഷത്തേക്കാണ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ഈ അപ്പോയിന്റ്മെന്റ് ഈ പറഞ്ഞ 2026 തൊട്ട് തുടങ്ങുന്ന 2026 ഏപ്രിൽ തൊട്ട് തുടങ്ങുന്ന ആ ഒരു 16th ഫിനാൻസ് കമ്മീഷന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇപ്പൊ നടന്നുള്ള ഒരു കാര്യം ആദ്യമേ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇന്ന് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ള മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ ഫിനാൻസ് കമ്മീഷൻ ആദ്യം ഓർത്തിരിക്കുക കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്പർ 280 ആണ് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. സോ എവറി 5 ഇയേഴ്സ് കൂടുമ്പോഴേക്കുമാണ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടതും ഈ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഈ ഫിനാൻസ് കമ്മീഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റെക്കമെൻഡേഷൻ ആണ് കൊടുക്കുന്നത്. അവിടെ തന്നെ ഓർത്തിരിക്കണം, ഈ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഗവൺമെന്റ് മേൽ ബൈൻഡിങ് അല്ല. ഓക്കെ, വേണമെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചാൽ മതി. അപ്പോൾ റെക്കമെൻഡറി നേച്ചർ എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇവർ സർക്കാരിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. ഒന്ന്, വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ ഓരോ വർഷം പിരിച്ചെടുക്കുന്ന ടാക്സുകളിൽ നിന്നും എത്ര ശതമാനം സ്റ്റേറ്റുകൾക്ക് വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഫ്രം ദ സെൻട്രൽ ടു സ്റ്റേറ്റ്സ് ആണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ. നിലവിൽ പറയുകയാണെങ്കിൽ 41% വെർട്ടിക്കൽ ഡെവല്യൂഷൻ. അതായത് 100 രൂപ സെൻട്രൽ ഗവൺമെന്റ് ടാക്സിന്റെ രൂപത്തിൽ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 41 രൂപ ഇവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട്, അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കാണ്, ഒരെണ്ണത്തിനല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് 41 രൂപ വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതിൽ നേരത്തെ പറയുവാണെങ്കിൽ 42 രൂപയായിരുന്നു. 1 രൂപ കട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീർ നേരത്തെ സ്റ്റേറ്റ്ഹുഡ് പദവി ഉണ്ടായിരുന്നപ്പോഴാണ് 42 റുപ്പീസ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പം യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയല്ലോ, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലേക്കായി. അതുകൊണ്ട് തന്നെയാണ് 42 ഇപ്പം മാറി വെർട്ടിക്കൽ ഡെവല്യൂഷൻ 41% ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ 41 രൂപയ്ക്കകത്ത് ഓരോരോ സംസ്ഥാനങ്ങൾക്ക് എത്ര വീതം കൊടുക്കണം എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും ആ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അവരുടെ പോപ്പുലേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ നോക്കിയിട്ടാണ് ഈ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് കിട്ടുന്ന ഒരു വരുമാനമായിരിക്കും ഇപ്പുറത്ത് തമിഴ്നാട്ടിന് കിട്ടുന്ന, അപ്പുറത്ത് കർണാടകത്തിനൊക്കെ കിട്ടുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ എമൗണ്ടുകളായിരിക്കും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സംസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവരെ സഹായിക്കാനായിട്ടുള്ള ഗ്രാൻസ് ഇൻ എയ്ഡ്, ഗ്രാൻസ് എന്ന് പറയുമ്പോൾ ലോൺ അല്ല ഉദ്ദേശിക്കുന്നത്, തിരിച്ച് മേടിക്കാത്ത പൈസയാണ്, ഇപ്പം വെച്ചോളൂ തിരികെ തരേണ്ട എന്നൊക്കെ പറയുന്ന പൈസയാണ് ഗ്രാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച്, വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ്, ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ്, ദെൻ ഗ്രാൻസ് ഇൻ നീഡ് തുടങ്ങിയ 3 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സർക്കാരിന് സെൻട്രൽ ഗവൺമെന്റിന് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്ര നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 15th ഫിനാൻസ് കമ്മീഷനാണ്, ചെയർമാൻ NK സിംഗ് ആണ്. കാലാവധി 2026 വരെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് KC നിയോഗി ആയിരുന്നു. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ 52 മുതൽ 57 വരെ ആയിരുന്നു. സെക്കൻഡ് 57 മുതൽ 62 വരെ ചെയർമാൻ K സന്താനമായിരുന്നു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ഉള്ള ഒരു ബോഡിയാണെന്നൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ക്വീൻ ക്വിനേലി എന്ന് പറയുന്നത് എവറി 5 ഇയേഴ്സ് എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സ്, ചെയർമാനും 4 മെമ്പേഴ്സും കൂടി ഉണ്ടാവും, ഇൻക്ലൂഡിംഗ് ഹൈക്കോടതി ജഡ്ജും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം ഓർക്കാം. ദെൻ റെക്കമെൻഡേഷൻസ് ടു പ്രസിഡന്റ്, ഇപ്പോൾ നമ്മൾ സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവർ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്ന പ്രസിഡന്റ് ആണ് പിന്നീട് റിപ്പോർട്ടുകളൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. ദെൻ
ദെൻ റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷണർ ഓൺലി അഡ്വൈസറി ആൻഡ് നോട്ട് ബൈൻഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ 42 നേരത്തെ ഉണ്ടായിരുന്നു. 14th ഫിനാൻസ് കമ്മീഷനാണ് 42% ഡിവല്യൂഷൻ പറഞ്ഞത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്റ്റേറ്റ് ഹോഡ് പോയി കഴിഞ്ഞപ്പോഴേക്കാണ് 41 രൂപയായിട്ട് മാറി എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ ഫിനാൻസ് കമ്മീഷന്റെ പവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പവേഴ്സ് സിവിൽ കോഡ് ആണെന്നുള്ളൊരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ക്രിമിനൽ കോഡിന്റെ അധികാരമില്ല, സിവിൽ കോടതിയുടെ അധികാരം പവർ ആർക്കുണ്ട്, ഫിനാൻസ് കമ്മീഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ആർട്ടിക്കിളാണ് US നേവി സിങ്സ് 3 ഹൂത്തി വെസൽസ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഇപ്പം ഇതിന്റെ ബേസിക് നിങ്ങൾ ഇത് ഇത്രത്തോളം ഒരുപാട് നാളായിട്ട് പത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ പറഞ്ഞ പോലെ റെഡ് സീയിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഹൂത്തി റിബൽസ് ഈ പറഞ്ഞ പോലെ അതിലൂടെ കപ്പലുകളൊന്നും, ചരക്ക് കപ്പൽ, ഗുഡ്സ് ഷിപ്പുകളൊന്നും തന്നെ ട്രാൻസ്ഫർ ചെയ്തിടാനായിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്കൊക്കെ ആണെങ്കിലും വരേണ്ടുന്ന, യൂറോപ്പിൽ നിന്നും വരേണ്ടുന്ന ഒരുപാട് ഷിപ്പുകൾക്ക് ഈ